ഹായ് ഹലോ വെൽക്കം ബാക്ക്. പെരുന്നാളിന് സ്പെഷ്യലായിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാക്ക് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ലാസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ബാക്കി മിൽക്ക് മെയ്ഡാണ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ അതിലേക്ക് പാൽപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു പാലൊന്ന് ചൂടാവുന്നതിന് മുന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. പാലൊക്കെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഇട്ടെടുക്കുമ്പോൾ പാൽപ്പൊടി ഇങ്ങനെ കട്ട കുത്തി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് നല്ലോണം ചൂടാവുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പാൽപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈത്തപ്പഴം ഞാനിവിടെ നേരത്തെ വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരച്ചെടുത്ത ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ മിക്സ് നമുക്ക് ഈ ഒരു പാലിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ മിക്സൊക്കെ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് ബദാം ഡ്രിങ്കിൻ്റെ പൗഡറാണ്. അപ്പോൾ ആ ഒരു പൗഡർ ഒരു പാക്ക് ഉണ്ട്. ആ ഒരു പാക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കസ്റ്റാർഡ് പൗഡർ കുറച്ച്, അതായത് ഒരുപാട് വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാടായാലും അത് തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് തിക്കായിട്ട് വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കലക്കി കൊടുത്താൽ മതി. ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് ലാസ്റ്റായിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഫസ്റ്റ് എപ്പോഴും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത ഉടനെ തന്നെ ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ പോയി ഇങ്ങനെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ വേറൊരു ഗ്യാസിൽ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ പുഡിങ് ഒഴിച്ചു വെക്കാനുള്ള ഒരു ട്രേ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അതിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് തരിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടിയും ബെറ്റർ കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ബൂസ്റ്റ് പൊടിയാണ്. ബൂസ്റ്റ് പൊടി ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്